ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് കൊച്ചി വരെ പോവാണ്. കൊച്ചി, കോട്ടയം, പറ്റുമെങ്കിൽ കോഴിക്കോട് അറിയത്തില്ല പോവാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെങ്ങന്നൂർ എത്തിയപ്പോഴേക്കും ഞങ്ങൾ EV-യിലാണ് വന്നത്. അപ്പോൾ ചാർജ് ഡൗൺ ആയി. അപ്പോൾ ചാർജ് ഞാൻ കയറ്റി. കുറച്ച് കാര്യങ്ങൾ കൊച്ചിയിൽ നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളുണ്ട്. പിന്നെ കോട്ടയത്ത് സ്പെഷ്യൽ ഗിഫ്റ്റ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കാനഡയിലുണ്ട്. പുള്ളി അപ്പോൾ കാനഡയിൽ നിന്ന് ഒരു ഫ്രണ്ട് നാട്ടിലോട്ട് വന്ന സമയത്ത് കുറച്ച് ഗിഫ്റ്റ്, ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണത്, അത് കൊടുത്തയച്ചു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കോട്ടയത്ത് പോകുന്നത്. ആ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് സെച്ചൊരു സർപ്രൈസാണ്, ഒരു വിഷയം ഗിഫ്റ്റാണ്. ഓക്കെ, ബാക്കി പോകുന്ന വഴിക്ക് കാണാം. വഴി കുറച്ച് ചായക്കട കണ്ടു. ഞാനും ഇതെൻ്റെ സിസ്റ്ററാണ് ഹർഷ, ചായ കുടിക്കാൻ പോവാം. അതെ, അപ്പോൾ ചായക്കട കിട്ടി. ഞങ്ങളിങ്ങനെ ചായ കുടിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ചായ കുടിക്കാം. മധുരം കൂടിപ്പോയി, ഇത്രയും കൂട്ടി പറയണ്ടായിരുന്നു. ചേച്ചി വിത്തൗട്ടാണല്ലേ? ചേച്ചി മധുരം കുടിക്കാറില്ല. മധുരം ചേച്ചിയായിട്ട് 3-ാം ജന്മമാണ്. സ്വീറ്റ്സ് ഒക്കെ കഴിക്കും, ഷുഗർ ഇട്ട് ചായ കുടിക്കത്തില്ല. ജ്യൂസ് കുടിക്കണമെങ്കിലും പഞ്ചസാര ആഡ് ചെയ്യില്ല. നമ്മളിങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു വണ്ടർഫുള്ളായിട്ടൊരു വ്യൂ കണ്ടു. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ബ്യൂട്ടിഫുള്ളായിട്ടൊരു ഫുൾ ആമ്പൽ നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ ക്ലോസ് ആയിട്ടൊരു വീഡിയോ കാണിച്ചു തരാം. ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അതുണ്ടെന്ന് പറഞ്ഞു. അടിപൊളിയാണ്. പക്ഷെ ഇറങ്ങാൻ പറ്റുന്ന ഇതല്ല എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് തൊടാനൊക്കെ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങോട്ട് പോയിട്ട് ബാക്കി കാണിച്ചു തരാം. ഇതെന്ത് ചെയ്യുന്നേ? മീൻ പിടിക്കുന്നതാണോ? കിട്ടിയോ? കാണിച്ചു തരാവോ? എടുക്കട്ടെ. ഇതെന്ത് ഫിഷാ? ഓ, വരാല് ഗൈസ്. നല്ല പെടയ്ക്കാത്ത വരാല്. പെടയ്ക്കുന്നില്ല, താഴെ വിട്ടാലേ പെടയ്ക്കുള്ളതാ പറഞ്ഞ. ഇത് ചത്തുപോയി. ഞാൻ കഷ്ടപ്പെട്ട് അവിടെ കിടന്ന് ഞാൻ എടുത്തതാണ്. എങ്ങനെയൊക്കെ വലിച്ചു പിന്നെ എടുത്തിട്ട് കാലൊക്കെ മുറിഞ്ഞു ചെറുതായിട്ട്. ഭയങ്കര രസമുണ്ട്, മണമൊന്നുമില്ല, പക്ഷേ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ. എനിക്കൊന്ന് 2-3 ഒരുമിച്ച് കിട്ടി അടിപൊളിയായിരിക്കും. നോക്കട്ടെ, ട്രൈ നോക്കാം. കിട്ടുകയാണെങ്കിൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി. അപ്പോൾ നമുക്ക് കാര്യം ചോദിക്കാം. അങ്കിൾ, ഇവിടെ എപ്പോഴും സീസൺ ആയിരിക്കോ? ഇല്ല, പിന്നെ ഇപ്പം ഈ വെള്ളം എല്ലാം പറ്റിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൃഷി ഇറക്കിക്കഴിഞ്ഞ് പിന്നെ ഇത് കൃഷി ആൾക്കാർ ഇറക്കി നട്ടേക്കുന്ന പിന്നെ കൃഷി ഇനിയിപ്പോൾ ഇതെല്ലാം നശിപ്പിച്ചു. വണ്ടി അടിച്ച് ഇതെല്ലാം കലക്കിക്കൊണ്ട് വിത്ത് വിതച്ച് വിളഞ്ഞ് കൊയ്ത് കഴിയുമ്പോൾ പിന്നെയും വെള്ളം പോകും. വെള്ളം കയറ്റിയിട്ട് കഴിയുമ്പോൾ പിന്നെ ഇതുപോലെ ഈ സമയം ഉച്ച കൃഷിയുണ്ട്. ഉച്ച കൃഷിയാണ്. എവിടെ കുഞ്ഞിന്റെ വീട്? എന്റെ വീട് ട്രിവാൻഡ്രത്താണ്. ഞങ്ങൾ കൊച്ചി പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുണ്ട്. എന്താ ഇതൊരു ഭയങ്കര കാഴ്ച. ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ ആമ്പൽ. ബാക്കി എടുത്തെങ്കിലും ആമ്പൽ. അതെ അല്ലേ? ഇത് അല്ലാതെ വന്നല്ലേ ഇവിടെ കിടക്കുന്ന വന്നതാ അല്ലേ? ഓക്കെ, ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താണോ? കൃഷിയുണ്ട്, വെള്ളം പറ്റിയല്ലോ നോക്കാം. ഓക്കെ, ഇത് ഇനി നശിപ്പിക്കാൻ വേണ്ടിട്ടേക്ക് മരുന്നടിച്ചിട്ടിരിക്കുക. അപ്പൊ അവിടത്തേക്ക് ഇനി എടുക്കാൻ പോകുന്നേ ഉള്ളൂ. കൃഷി എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഇനി മൊത്തം ഈ മോട്ടർ അടിച്ചിട്ടുണ്ട്. ആ മോട്ടർ അടിച്ച് വെള്ളം മൊത്തം പുറത്ത് കൊണ്ട് കളഞ്ഞ് ട്രാക്ടർ ഇട്ടടിച്ച് ഇതെല്ലാം ട്രാക്ടർ ഇട്ടാണ് അടിച്ച് കളയുന്നത്. അങ്ങനെ കളയും. അപ്പൊ മരുന്നടിച്ചിട്ടിരിക്കുക. അതെല്ലാം കഴിഞ്ഞ് ട്രാക്ടർ ഇട്ട് അടിച്ചിട്ട് പിന്നെ നമുക്ക് വെള്ളം കയറ്റി കഴുകിക്കൊണ്ട് കൃഷി ഇറക്കും. അങ്ങനെ. അങ്കിളുടെ പേര്? എന്റെ പേര് കുട്ടപ്പൻ. കുട്ടപ്പൻ എന്ന അങ്കിളിന്റെ വീട് അടുത്താണ്. കണ്ടത്തിൽ പോയതാണ്. കളയുണ്ടോ മരുന്നടിച്ചിട്ട് അത് ശരിയായി നോക്കാൻ പോയതാണ്. മരുന്നിന് വീര്യക്കുറവാണ്. ഈ പാറയ്ക്കൽ കലുങ്ങെന്നാണ് സ്ഥലത്തിന്റെ പേര്. പിന്നെ ഈ പാടത്തിന് വരുന്നത് 600 കാവാലിക്കിരി പാടം. നമ്മുടെ പേര് പോലെ
പാടത്തിനും പേരുണ്ട്. അങ്ങനെ കാവാലിക്കരി പാടം. കാവാലിക്കരി. അടുപ്പാന്നാണ് പറയുന്നത്. വെള്ളം പറ്റിപ്പോയി. ഇവിടെ ടൂറിസ്റ്റ് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ടോ? ഒത്തിരി പേര് വന്നെടുത്തുകൊണ്ട് പോകുന്നു. ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് ഓരോരുത്തരെടുത്ത് നിങ്ങളെപ്പോലുള്ളവർ വരുന്നതിൽ വണ്ടിയെ വരുന്നവർ മേടിച്ചോണ്ട് പോവുക. ഇതിന്റെ ചോട് മേടിച്ചോണ്ട് പോകുന്നുണ്ട്. ഈ കുളത്തിലിരുത്തൊക്കെ പരുവത്തിനുള്ളവരൊക്കെ മേടിച്ചോണ്ട് പോകുന്നു. ജോലിക്കാരൊക്കെ കർഷക തൊഴിലാളികളൊക്കെ പോയി പറിച്ചൊന്നും വിൽക്കും. നമ്മുടെ റോഡിൽ കാണാം. വണ്ടി കാണാം. വരുന്ന വഴിക്കൊക്കെ വിൽക്കാൻ വേണ്ടിട്ട് ഇടുന്നുണ്ട്. മീൻസ് വെക്കുന്ന സ്ഥലങ്ങളുണ്ട്. റോഡിൽ ഞാൻ കണ്ടായിരുന്നു. ഒറ്റ കൃഷി ഉള്ളത് കൊണ്ടാണ് ഇത് കിടന്ന് കിളിക്കുന്നത്. 2 കൃഷി ഉണ്ട്. ഇത് ആൾക്കാരുടെ സ്ഥലമാണോ? ഇത് എത്ര ഏക്കറാണ്? ഇത് 600 ഏക്കർ സ്ഥലമാണിത്. കാവാലിക്കരി പാടം 600 ഏക്കർ. കാവാലിക്കരി പാടം 600 ഏക്കർ. 600 ഏക്കർ സ്ഥലത്തിലാണ് യാമ്പൽ കൃഷി നടക്കുന്നത്. ഇല്ല അതെ അതെ. അല്ല, തോടും വെള്ളം ഉണ്ടെങ്കിലേ നമ്മുടെ വെള്ളായണി കായൽ അങ്ങനെ കുറയ്ക്കരുത്. ഇത് കണക്കില്ല. വെള്ളായണി കായലിലുണ്ട്, പക്ഷെ ഇത് കണക്കല്ല. അത് താമരയാണ്. വെള്ളായണി കായലിൽ താമര. വീട്ടിൽ പോകുന്നത് അവിടെ ഇറങ്ങിയാൽ മതി. ശിവഗിരിയുടെ ഗുരുദേവന്റെ വീട്ടിൽ പോകുന്നു. അവിടെ പുള്ളിയുടെ പുറവശത്തൊരു നല്ലൊരു ഭയങ്കര അതൊരു കാഴ്ചയാണ്. ഞങ്ങൾ കണ്ടു. ബാക്കി വീഡിയോസ് ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. ശരി, താങ്ക്സ് അങ്കിളെ. ബൈ. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ കറങ്ങി ഒബ്രോൺ മാളിൻ്റെ ഫ്രണ്ടിലെത്തി. ഒബ്രോൺ മാളിൻ്റെ ഫ്രണ്ടിൽ പണി നടക്കുകയാണ്. ബട്ട് ഇറ്റ്സ് ഗുഡ്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്, വാങ്ങണം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. പുതിയൊരു അപ്ഡേഷനാണ്. ഫുൾ പ്ലാസ്റ്റിക്, എല്ലാം പ്ലാസ്റ്റിക്കാണ്. ഒന്നുപോലും ഒറിജിനൽ ഇല്ല, ഒരു പോലും ഇല്ല ഒറിജിനൽ, എല്ലാം പ്ലാസ്റ്റിക്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ അതിൻപതനം കൂടിയിരിക്കുന്നു. കുറയ്ക്കണം. കുറേ ചെടികളൊക്കെ വെച്ച് നടണം ഗൈസ്. നല്ലത്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഫുള്ള് മീൻസ് മോള് ഫുള്ള് ബ്രൗൺ മോള് ഫുള്ളൊന്ന് കറങ്ങി. ഡ്രസ്സ് കുറച്ച് പർച്ചേസ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ്. അടുത്തിന് വേറൊരു സ്ഥലം കൂടെ പോകാനുണ്ട്. വേറെ കുറച്ച് പർച്ചേസും കൂടെ ഉണ്ട്. ഹലോ ഗൈസ്, നമ്മൾ ഈവനിങ് ആയി. ഞാൻ ഫോർട്ട് കൊച്ചി പോകാമെന്ന് വിചാരിച്ചു. ജങ്കാറിലാണ്. അടിപൊളി വ്യൂ. ജങ്കാറിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ജങ്കാറിൽ. നല്ല സൺസെറ്റാണ്. എനിക്ക് തോന്നുന്നു അടിപൊളി ഒരു സാഹചര്യം. ലൈക്ക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഈവനിങ് ടൈം ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു സമയം. നല്ല രീതിയിൽ തിരക്കുണ്ട്. ഫുള്ള് ഈവനിങ് ടൈം, നല്ല സൺസെറ്റ് സമയമാണ്. അപ്പം അടിപൊളി വൈബിലാണ് നമ്മുടെ കൊച്ചി തന്നെ നിൽപ്പുണ്ട്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഇതിൽ. എനിവേ കൊള്ളാം. അത് ഈവനിങ് സൺസെറ്റ് സമയം.
എക്സ്പീരിയൻസ് ആണ്. കാരണം ചെറിയൊരു വേവി ആയിട്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ ആടി തിരമാലകൾ. അതെ, അടിപൊളി. ഇവർ നമ്മുടെ എന്തോ വല്ല ഫോർട്ട് കൊച്ചിയിലാണ് നമ്മൾ നേരെ നിന്ന് ഇറങ്ങുന്നത്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് നല്ല സൺസെറ്റ് ടൈം. പിന്നെ ഫ്രണ്ടിൽ, അതും ഞങ്ങൾ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഏറ്റവും ഫ്രണ്ടിൽ ഞങ്ങളാണ് നിൽക്കാൻ, അതും ഒരു ഭാഗ്യം കിട്ടി. കൊള്ളാം, നല്ല രസമുള്ളൊരു ക്ലൈമറ്റാണ്. നല്ല രസമാണ്, ഭയങ്കര രസമുണ്ട്. ഫൈനലി ഇവിടെ എത്തി. കുറച്ച് നൈറ്റ് വൈബ്സ്. കൊള്ളാം. രാത്രിയിലെ കൊച്ചിൻ വൈബ്, ചെറിയ ഫോർട്ട് കൊച്ചി വൈബ്, ചെറിയ അടിപൊളിയാണ്. സൈഡ് സ്ട്രീറ്റ് ഷോപ്പുകൾ, റൈക്കവി ഫുൾ ഉറക്കം. അപ്പോൾ ഇന്നത്തെ ദിവസം ആമ്പലും ഫോർട്ട് കൊച്ചിയിലെ കുറച്ച് കറക്കങ്ങളും പർച്ചേസുകളും ആയിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് കഴിഞ്ഞു. ഇന്ന് ഞങ്ങളിവിടെ സ്റ്റേ ആണ്. നാളെ ഫോർട്ട് കൊച്ചിയിലെ വേറെ കുറച്ച് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ അതും ചെറിയൊരു ട്രിപ്പാണ്. നാളെയാണ് നമ്മുടെ കോട്ടയം. ആ ഗിഫ്റ്റ് മേടിക്കാൻ പോകേണ്ടത്. നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ഗൈസ്. ബൈ.